എൻ്റെ പേര് രേഖ. ഞാൻ തിരുവമ്പാടിയിൽ നിന്ന് വരുന്നു, കോഴിക്കോട് തിരുവമ്പാടിയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 29/1/2023 അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു സാക്ഷ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. ഈ അൾത്താരയിൽ എനിക്ക് എൻ്റെ എത്രയും വിലപ്പെട്ട സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റിയതിൽ ഞാൻ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ UK പോയി, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ആയിരുന്നു പോയത്. അവിടെ പോയി കഴിഞ്ഞ് ഞങ്ങളൊരു ഏജൻസി വഴിയാണ് വിസ എടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് അവിടെ ജോലിയില്ല. അവിടെ അവേഴ്സ് ഞങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഫുൾ ടൈം ജോലി ഉണ്ടാവില്ല, അവേഴ്സ് കുറവാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ജോലി ഇല്ല എന്നുള്ള കാര്യം അവിടെ എത്തി ഒരു മാസത്തിനുള്ളിലാണ് അവർ പറയുന്നത്. അത് കേട്ടതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും പോയി. കാരണം അത്രയും ക്യാഷ് എല്ലാം ചിലവാക്കി ഇവിടുന്ന് ബാങ്കിൽ ലോണെല്ലാം എടുത്ത് എല്ലാം വിസയ്ക്കും എല്ലാത്തിനും നല്ലൊരു ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. പോയി കഴിഞ്ഞ് അവിടെ എത്തിയിട്ടാണ് ഈ ഒരു കാര്യം ജോലിയില്ല, അതായത് എൻ്റെ ഞാനാണ് വിസ എടുത്തിട്ടുണ്ടായിരുന്നത്, ആ വിസയിലാണ് ജോലിയില്ല എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് UK അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഗവൺമെൻറ് അത് ഒരിക്കലും അലൗ ചെയ്യുന്നതല്ല. അത് അറിഞ്ഞതോടുകൂടി ഞങ്ങളുടെ പ്രതീക്ഷകളും എല്ലാം നഷ്ടമായി. പക്ഷെ ഞാൻ അപ്പോഴും ഈ മാതാവിനെ ഞാൻ ഒരിക്കലും കൈവിട്ടില്ല. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മാതാവിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നും രാവിലെ 5:30 മണി കറക്റ്റിന് എണീക്കാൻ പറ്റിയില്ലെങ്കിലും ചില ദിവസങ്ങളിൽ സമയം തെറ്റും. എന്നാൽ കൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ബാക്കി എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യാറുള്ളൂ. പ്രാർത്ഥിച്ച് തൈലം തേച്ചിട്ട് ഞാൻ എല്ലാവരും തൈലം തേച്ച് എല്ലാം ചെയ്തിട്ട് മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു, എന്നെ തളർത്തിയില്ല. അതൊന്നും ഒരു കാര്യം ഞങ്ങൾ തളർത്തിയില്ല ആ സമയത്തൊന്നും. കാരണം അതില്ലെങ്കിൽ വേറെ ഒന്ന് നോക്കിയേ പറ്റൂ. അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. ആ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് തിരിച്ചു വരിക എന്നുള്ള അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. അവിടെ എത്തിക്കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് വിസ മാറിയിട്ട് അവിടെ രക്ഷപ്പെടുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ജോലികൾ തിരഞ്ഞുകൊണ്ടിരുന്നു. വേറെ എന്തെങ്കിലും വഴിയിൽ നമുക്ക് നിൽക്കാൻ, എന്തെങ്കിലും അവിടെ താമസിക്കാൻ തന്നെ നല്ലൊരു പൈസയാണ്, നമ്മളെ റെൻറ്റും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കുറേ പരിശ്രമിച്ചു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഭർത്താവിനാണ് അവിടെ ജോലി കിട്ടിയത്, ആമസോണിൽ. ആ ഒരു ജോലി കിട്ടിയതിൽ ഞങ്ങളെ മാതാവ് രക്ഷിച്ചത്. ആ ജോലി കിട്ടിയതിലാണ് ഞങ്ങളവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് താമസിക്കാനും ഭക്ഷണത്തിനും എല്ലാത്തിനുള്ള ചിലവിനും എല്ലാത്തിനുള്ള ക്യാഷ് അവിടെ നിന്ന് കിട്ടിയത് ഭർത്താവിന് ജോലി കിട്ടിയതോട് കൂടിയിട്ടാണ്. 1.5 മാസം ആയപ്പോഴേക്ക് ഭർത്താവിന് അവിടെ ജോലി കിട്ടി. അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഞങ്ങളെ തളർത്തിയില്ല. വിസ ഇല്ല, ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളെ തളർത്താത്ത ഒരേ ഒരു കാര്യം, ആദ്യമായിട്ട് ഹസ്ബൻഡിന് ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. പക്ഷേ 20 മണിക്കൂർ മാത്രമേ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഫുൾ ടൈം ജോലി തന്നിട്ടുള്ള വിസ തന്നിട്ടുള്ള കമ്പനി അവർ ജോലി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പുറമെ എനിക്ക് 20 മണിക്കൂർ മാത്രമേ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ആ 20 മണിക്കൂർ ജോലി തേടി കുറേ നടന്നു, കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കുറേ ആപ്ലിക്കേഷൻ കൊടുത്തു. അതൊന്നും സക്സസ്ഫുൾ ആയില്ല. പക്ഷേ അവസാനം ഒരു 1.5-2 മാസം ആയപ്പോൾ എനിക്കൊരു 20 മണിക്കൂർ ജോലി തൽക്കാലത്തേക്ക് ഒരു ഹോം കെയറിൽ ജോലി കിട്ടി. അവിടെ ഞാൻ കുറേ ട്രൈ ചെയ്തു. എനിക്ക് വിസ മാറാൻ വേണ്ടി, സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ കുറേ ട്രൈ ചെയ്തു. പക്ഷേ അവർ പറഞ്ഞു ഇല്ല, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഹോം കെയർ ആണ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നല്ലൊരു ഹോം കെയർ ആയിരുന്നു, എന്നെ വലിയ കാര്യമായിരുന്നു. ജോലിയും അവേഴ്സും എല്ലാം എനിക്ക് നന്നായിട്ട് തന്നു. 20 മണിക്കൂറേ തരാൻ പറ്റുള്ളൂ എങ്കിൽ കൂടെ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ എൻ്റെ ചുറ്റും പലരും ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു, വിസ ഇല്ല രേഖ, നിനക്ക് വിസ ഇല്ല, നിനക്ക് അവേഴ്സ് ഇല്ല, ഫുൾ ടൈം ജോലി ഇല്ല, ഏത് നിമിഷം നിന്നെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ചെന്ന് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിലാണ് ഇതെല്ലാം പറയാൻ കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ ആകെ ടെൻഷൻ അടിപ്പിക്കുന്ന പോലെയാണ് അവരെല്ലാം പറയുന്നത്. എല്ലാം ശരിയാണ്, നമ്മൾ ടെൻഷൻ അടിക്കുക എല്ലാം ആണ്. പക്ഷേ 1% പോലും ഇന്ന് ഞാൻ ഈ നിമിഷം ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നവരെ ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല. ഞാനും എൻ്റെ ഫാമിലിയും ഒന്നും ടെൻഷൻ അടിച്ചില്ല. കാരണം മാതാവിനെ പിടിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. UK പോകുന്നതിന് മുന്നേ ഞാനിവിടെ സാക്ഷ്യം വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ മാതാവ് കൂടുതലുള്ള ഒരൊറ്റ ധൈര്യത്തിൽ എനിക്കറിയാം അവിടെ എത്തി, അത് മാതാവാണ് എത്തിച്ചത്. ആ എത്തിച്ച മാതാവിനറിയാം എന്തായാലും ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോം കെയറിൽ ജോലി കിട്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഏജൻസി വഴി ഞാനൊരു കെയർ ഹോമിൽ ജോലി നോക്കി. കാരണം ജോലി നോക്കിയത് വിസ മാറാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും വിസ മാറിയേ പറ്റൂ. ഞങ്ങൾ UK പോയത് ഒരു ഇംഗ്ലീഷ് ഏരിയ ആണ്, അവിടെ മലയാളീസൊക്കെ വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു ഏജൻസി വഴി ഒരു കെയർ ഹോമിലേക്ക് ജോലി കയറി. അങ്ങനെ ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കറിയുന്ന പറഞ്ഞാൽ അവിടെ എത്തി പരിചയപ്പെട്ട ഒരു മലയാളി ചേട്ടൻ, ഷിനു പറയുന്ന ഒരു ചേട്ടൻ. ആ ചേട്ടൻ പറഞ്ഞു രേഖ, നീ അവിടെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യ്, ഏജൻസി വഴി പോയാൽ നിനക്ക് വിസ മാറാൻ പറ്റില്ല, അപ്പോൾ ഡയറക്റ്റായിട്ട് നീ അപ്ലൈ ചെയ്യ്, അവർ വിളിക്കാതിരിക്കുക എന്തോ ആവട്ടെ. അങ്ങനെ ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ ഇന്ന് രാത്രി ഞാൻ അപ്ലൈ ചെയ്തു. അടുത്ത ദിവസം എനിക്ക് കോൾ വന്നു, ഇൻ്റർവ്യൂ കോള്.
രേഖ നീ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ ഏജൻസി വഴി, നീ എന്നാ നിനക്ക് ഫ്രീ ആവുന്നത്, നീ ഒന്ന് ഇൻ്റർവ്യൂവിന് വാന്ന് പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് എന്തോ വലിയൊരു സന്തോഷം. കാരണം ഇൻ്റർവ്യൂവിന് വിളിച്ചു, അടുത്ത ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയി, ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളായി. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിസ മാറണം, ഞാൻ ഇങ്ങനെ പെട്ട് കിടക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് വിസ മാറണം, അല്ലാതെ ഞങ്ങൾക്ക് UK നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു ഓക്കെ രേഖ നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവർ കോൾ വന്നു, രേഖ നിൻ്റെ വിസ ഒന്ന് കാണണം, നിൻ്റെ പഴയ വിസ ഒന്ന് കാണണം ഞങ്ങൾക്ക്, നീ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞ് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു, എൻ്റെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോഴാണ് അവർ പറയുന്നത്, അവർ വിചാരിച്ചിരുന്നത് ഞാൻ ആ ഏജൻസി വഴിയുള്ള, അതായത് ആ ഏജൻസിയാണ് എൻ്റെ എംപ്ലോയർ എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അതല്ല എന്നുള്ള കാര്യം ഞാൻ അപ്പോൾ പറഞ്ഞപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് മുന്നേ അവർ എനിക്ക് വേണ്ടി സ്പോൺസർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആ ഒരൊറ്റ തെറ്റിദ്ധാരണൻ്റെ പേരിൽ അവരെനിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഞാൻ അവരല്ല എൻ്റെ എംപ്ലോയർ എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ അറിഞ്ഞില്ല അതിന് മുന്നേ അവർ അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യം. അതോടെ ഞാൻ എൻ്റെ എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞു. പക്ഷേ മാതാവിൻ്റെ ആ ഒരു വിശ്വാസം ഞാൻ ഒരിക്കലും കൈവിട്ടില്ല. പക്ഷേ എനിക്കവിടെ ജോലിയില്ല, അതായത് ജോലി ഉണ്ടെങ്കിൽ കൂടെ അതായത് 20 മണിക്കൂർ പാർട്ട് ടൈം മാത്രമേ ഉള്ളൂ, അല്ലാതെ വിസ അവർ തരില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു ഞാൻ. കാരണം ഞാൻ എല്ലാ പ്രതീക്ഷയും കൈവിട്ടിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ ഹസ്ബൻഡ് പുറത്തുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ഏട്ടാ ഇനി നോക്കണ്ട, കാരണം അവരിപ്പോഴാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞത്, ഞാൻ ഇങ്ങനെ വന്നാണ്, എനിക്ക് ജോലി തരില്ല അവർ പറഞ്ഞു. ഇതെല്ലാ കാര്യങ്ങളും ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇവർ വിസ തരില്ല. കാരണം അങ്ങനെയുള്ള ഒരാൾക്കും അവിടെ ഞങ്ങൾ എത്ര അപ്ലൈ ചെയ്തിട്ടും അവരൊന്നും സമ്മതിച്ചില്ല, ഇങ്ങനെയുള്ളൊരു വിസയിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ വിട്ടു കഴിഞ്ഞു, ഇനി വേറെ ഏതെങ്കിലും നോക്കാം, ഇവിടെ നിന്നുകൊണ്ട് വേറെ ഏതെങ്കിലും നോക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അന്ന് പോയി കഴിഞ്ഞ് പിന്നെ ഒരു കോൺടാക്റ്റും ഇല്ല. അവർ ഒരു മെയിൽ അയച്ചില്ല, മെസ്സേജും അങ്ങനത്തെ ഒന്നുമില്ല, വിളിയൊന്നുമില്ല, പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം ഒന്നും പറഞ്ഞില്ല. അതോടെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു. എൻ്റെ UK ഗവൺമെൻറ് നാളെ എനിക്ക് മെയിൽ വന്നത്. ആ മെയിൽ വന്നത് വിസയെ പറ്റിയിട്ടാണ്, അതായത് എൻ്റെ സ്പോൺസർഷിപ്പിനെ പറ്റിയിട്ടാണ് എനിക്ക് മെയിൽ വന്നത്. അപ്പം ഞാൻ താഴേക്കൊന്നും സ്ക്രോൾ ചെയ്ത് പോയില്ല, കാരണം മെയിലാണ്. അപ്പം ഞാൻ ഫ്രണ്ടിലുള്ളത് മാത്രം വായിച്ചു. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളെ വിസ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മാത്രമേ ആ ടോപ്പിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ താഴത്തേക്കുള്ളത് ഞാൻ നോക്കിയില്ല. അപ്പോൾ അതോടെ കഴിഞ്ഞു. ഞാൻ ഹസ്ബൻഡ് ജോലിക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അവർ നോക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ നമ്മൾ പ്രതീക്ഷ കൈവിടണ്ട, നമുക്ക് മുന്നോട്ട് തന്നെ നോക്കാം, അവരെന്താ പറയുന്നത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ രാത്രി ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മെയിൽ കാണിച്ചു കൊടുത്തു, ഇതാണ് എനിക്ക് വന്ന മെയിൽ, പക്ഷേ ഇങ്ങനെയെങ്കിലും വന്നല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ഒരു വെളിച്ചം നമുക്ക് കാണിച്ചു തന്നു മാതാവ്. എനിക്കറിയാം ഉറപ്പായിട്ടും ഒരിക്കലും കൈവിടില്ല എന്നുള്ള എനിക്ക് 100% എനിക്ക് അനുഭവം വന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അപ്പോൾ ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എനിക്ക് മാതാവിലുള്ള വിശ്വാസവും സ്നേഹവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡ് കാണിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് അത് സ്ക്രോൾ ചെയ്തു താഴെ എന്താ ഉള്ളത് നീ വെറുതെ നോക്കുമെന്ന് പറഞ്ഞിട്ട് വെറുതെ സ്ക്രോൾ ചെയ്ത സമയത്ത് താഴെ ഒരു ഫയലായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ സ്പോൺസർഷിപ്പാണത്. ഞാനത് കണ്ടതും എനിക്കറിയില്ല എന്താ ഞാൻ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ ആ മുട്ടുകുത്തി ഞാൻ അവിടെ നിന്ന് ഈ ഇമെയിൽ ഓപ്പൺ ചെയ്ത് ഞാൻ അവിടെ മുമ്പിൽ എന്നിട്ട് മുട്ടുകുത്തി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എന്ത് സന്തോഷം വന്നാലും വിഷമം വന്നാലും എന്താണെങ്കിലും ഞാൻ ആ വിശ്വാസ പ്രമാണം ചൊല്ലും. അത് ചൊല്ലിക്കഴിയുമ്പോൾ എനിക്ക് ഒരു വിഷമം ഒന്നും ഉണ്ടാവില്ല. അത് 100% എനിക്ക് തെളിയിക്കപ്പെട്ടതാണ്. അതിൽ എൻ്റെ സ്പോൺസർഷിപ്പാണ് വന്നിരിക്കുന്നത്. ഞാൻ ജോലിയിൽ കയറിയിട്ട് പോലും ഇല്ല, കാരണം 1 മാസം ടൈം എടുക്കും. നമ്മൾ പാർട്ട് ടൈം ജോലിയിലാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും UK കയറണമെങ്കിൽ 1 മന്ത് എന്തായാലും എടുക്കും. കാരണം DBS എന്ന് പറയുന്ന പോലീസ് ക്ലിയറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് ജോലിയിൽ കയറാൻ. അപ്പം ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്താണ് ഈ സ്പോൺസർഷിപ്പ് വന്നിരിക്കുന്നത്. ഞാൻ നേരെ കുറേ പേർക്ക് അയച്ചു കൊടുത്തു, ഇത് അത് തന്നെയാണോ, കാരണം എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിൽ ഞാൻ അയച്ചു കൊടുത്തു, അവർ പറഞ്ഞു ഇത് നിൻ്റെ സ്പോൺസർഷിപ്പാണെന്ന്. അതിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി, ഞങ്ങളെല്ലാവരും പോയി മുട്ടുകുത്തി ഞങ്ങൾ നന്ദി പറഞ്ഞു. അത് എപ്പോഴും പറയുന്നതാണ്, എന്നാൽ കൂടി നന്ദി പറഞ്ഞു. അതാണ് എൻ്റെ അവിടെ ചെന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതാണ്. അത് കഴിഞ്ഞ് സ്പോൺസർഷിപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി വിസേൻ്റെ കാര്യമുണ്ട്. അപ്പോൾ വിസേൻ്റെ കാര്യം അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്ക് എൻ്റെ പേരിൽ ആദ്യം വിസ എടുക്കണം എന്നുണ്ടെങ്കിൽ 2 കാര്യം എനിക്ക് കിട്ടണം. ഒന്നുകിൽ എൻ്റെ അക്കൗണ്ടിൽ ഒരു 1,30,000 സംതിങ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, വിസ മാറാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എൻ്റെ വിസ തന്നിട്ടുള്ള ആ സ്പോൺസർ അവരുടെ സ്പോൺസർഷിപ്പിൽ അവർ ആഡ് ചെയ്യണം, എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം. പക്ഷെ അവർ തന്നിരിക്കുന്ന സ്പോൺസർ നോട്ടിൽ കൊടുത്തിരിക്കുന്നത് എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യില്ല എന്നാണ്. അപ്പോൾ എനിക്ക് 2 വഴിയും എൻ്റെ അടഞ്ഞു കിടന്നു. കാരണം ഇതെനിക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നും പറഞ്ഞു, അപ്പുറത്ത് ഇത്രയും 1 ലക്ഷത്തിന് മേലെ നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കണം. അത് 1 മന്ത് ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കണം.
പക്ഷേ രണ്ടും എൻ്റെ അടുത്തില്ല. എൻ്റെ അടുത്ത് ഒരു പൈസ ഉണ്ടായില്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ക്യാഷ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ മാതാവിൻ്റെ അടുത്ത് എല്ലാം ഞാൻ മാതാവുമായിട്ട് കോൺടാക്ട് ചെയ്യും, എല്ലാം ഞാൻ സംസാരിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോടാണ് സംസാരിക്കുക. എനിക്ക് വേറെ ഒന്നുമില്ല, വേറെ ആരുമില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് എന്താ ഒരു വഴിയുള്ളത്? അക്കൗണ്ടിൽ ക്യാഷ് കയറണമെങ്കിൽ 1 മാസം പിടിക്കും. അത് ഞാൻ കുറേ പേരോട് ഞാൻ പൈസ ചോദിച്ചു, ആരെടുത്തുമില്ല, കാരണം എല്ലാവരും അങ്ങനെയുള്ള ആളുകളാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്താ ചെയ്യുക, മാതാവിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒറ്റൊരു വഴി എനിക്ക് ഭർത്താവ് പറഞ്ഞു, നീ രണ്ടും കൽപ്പിച്ച് നീ സ്പോൺസർഷിപ്പ് തന്ന് അവർക്ക് മെയിൽ അയക്കി. നിൻ്റെ കയ്യിൽ ക്യാഷില്ല, അക്കൗണ്ടിലിടാൻ നിൻ്റെ കയ്യിൽ ക്യാഷില്ല, ഈ സ്പോൺസർഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തതാ എന്നും പറഞ്ഞ് ഞാൻ രണ്ടും കൽപ്പിച്ച് മെയിൽ അയച്ചു. അങ്ങനെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന അവിടുന്ന് 2 ദിവസം വെയിറ്റ് ചെയ്തു, ഒരു റിപ്ലൈയും ഇല്ല. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് വരുമ്പോൾ എനിക്കൊരു മെയിൽ വന്നു. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ ഇത് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആവണേ, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഞാനത് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നവർ എനിക്ക് ഓൾറെഡി തന്ന സ്പോൺസർഷിപ്പിൽ അവർ എഡിറ്റ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ അവർ ആഡ് ചെയ്തു, സ്പോൺസർ നോട്ടായിട്ട് അവർ ആഡ് ചെയ്തു, ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. ഒരിക്കലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന എനിക്ക് തീരെ തോന്നുന്നില്ല. ഒരു തന്ന സ്പോൺസർഷിപ്പ് എഡിറ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അവർ ആഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് മാതാവ് കളിച്ച കളിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേറെ ഒന്നുമല്ല, അത് മാതാവ് ചെയ്ത കാര്യമാണ്. അത് അവിടെ കിടന്ന് ഞാൻ റോഡിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ മെയിൽ വായിക്കുന്നത്. ആ റോഡിൻ്റെ മുകളിൽ നിന്ന് എന്നെ ഞാൻ മുട്ടുകുത്തി ഞാൻ അവിടെ വീണു, ഞാൻ അവിടെ കരയായിരുന്നു. പക്ഷെ കരയാന്ന് പറഞ്ഞത് വിഷമത്തിലുള്ള കരച്ചിലല്ല, സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ്. ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഈ ഒരു മാതാവ് കൂടെ, സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത് വെറുതെ ഉള്ള കാര്യമല്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിച്ച് ഉറപ്പായിട്ടും വരും, നിങ്ങളുടെ കൂടെ വരും. അതിലവർ സ്പോൺസർ നോട്ട് ആഡ് ചെയ്തു. അതിൽ ഞാൻ അവരോട് താങ്ക് യു പറഞ്ഞു, ഹെഡ് ഓഫീസിലേക്ക് മെയിൽ ചെയ്തു, ഞാൻ താങ്ക് യു പറഞ്ഞ് എല്ലാം ചെയ്തു. അത് കഴിഞ്ഞു. അതാണ് 2-ാമത്തെ കാര്യം. അത് കഴിഞ്ഞ് ഇനി നമ്മളുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു സോളിസിറ്റർ വേണം. നമ്മൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ അത് സക്സസ്ഫുൾ ആവുമോ അല്ലേ എന്നുള്ളത് നമുക്ക് 1% പോലും അറിയില്ല. കാരണം ഞാൻ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ ഇവിടുന്ന് പോകുമ്പോൾ വരെയുള്ള വിസ ആപ്ലിക്കേഷൻ ചെയ്തത് വേറെ ആളാണ്, അതെല്ലാം ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഇനി വിസയ്ക്ക് വെക്കണം. ഈ വിസയ്ക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറേ സോളിസിറ്റേഴ്സിനെ വിളിച്ചു, എനിക്കറിയില്ല ആരെയും. പക്ഷേ കോൺടാക്ട് ചെയ്ത് കുറേ പേര് വിളിച്ചു. അവരെല്ലാം പറഞ്ഞത് ഇത്ര രൂപ വേണം, അതായത് 30,000, 40,000, 50,000 വരെ രൂപ വേണം നമുക്കൊരു വിസ ആപ്ലിക്കേഷൻ അവർ ചെയ്യണമെങ്കിൽ. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായില്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു കൊടുക്കാൻ. കടം മേടിച്ച് കൊടുക്കണമെങ്കിൽ ആരെടുത്തും ഇല്ല. അങ്ങനെ ഒന്നും നോക്കിയില്ല. ഞാൻ മാധവൻ്റെ അടുത്ത് വീണ്ടും പോയി, ഞാൻ മുട്ടുകുത്തി, ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? സോളിസിറ്റേഴ്സിനെ വിളിച്ചിട്ട് അവരാരും ഹെൽപ്പ് ചെയ്യുന്നില്ല, അവർ ക്യാഷ് കൊടുക്കാതെ അവർ ഒന്നും തുറന്ന് പറയുന്നില്ല. എൻ്റെ അടുത്ത് ഈ സൈഡിൽ എൻ്റെ അടുത്ത് ക്യാഷും ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, ഒന്നും നോക്കുന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെ നിൽക്കണം, അത്രയേ ഉള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഒരു ചെറിയ കാര്യം തെറ്റിക്കഴിഞ്ഞാൽ അത് റിജക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് രണ്ടും കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്ത് സോളിസിറ്ററിൻ്റെ സ്പേസ് ഉണ്ട്, അതായത് നമ്മൾ സോളിസിറ്ററിനെ വെക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആ സോളിസിറ്ററിൻ്റെ പേര് എഴുതണം. ആ സോളിസിറ്ററിൻ്റെ പേര് എഴുതേണ്ട ഭാഗത്ത് എനിക്ക് ആരെ പേരും ഇല്ല കൊടുക്കാൻ. ഞാനത് മുമ്പിൽ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ച് സോളിസിറ്ററിൻ്റെ ഭാഗം മുമ്പിൽ വെച്ചിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവാണ് എൻ്റെ സോളിസിറ്റർ, എനിക്ക് വേറെ ആരുമില്ല, കാരണം പൈസ കൊടുക്കാൻ പൈസയും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ മാതാവിനെയാണ് ഇവിടെ വെക്കുന്നത്. പേര് ഞാൻ എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ മാതാവാണ് ഈ സോളിസിറ്റർ, അതാണ് ഞാൻ അപ്ലിക്കേഷൻ വെക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ അതും പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് ഫോണിൻ്റെ മുകളിൽ ഞാൻ തൈലും തേച്ച് പ്രാർത്ഥിച്ച് എല്ലാം ചെയ്ത് ഞാൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കുന്ന സമയത്ത് 90 ദിവസമാണ് അതിൻ്റെ കാലാവധി. അതായത് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിലും റിജക്ഷൻ ആണെങ്കിലും ഒക്കെ 90 ദിവസം പിടിക്കും. കാരണം അതിന് ക്യാഷ് കൊടുക്കേണ്ട നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുമ്പോൾ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ 50,000 വീണ്ടും അതേ റേറ്റിന് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, കാരണം എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല. ഞാൻ 90 ദിവസം എന്നുള്ള സ്റ്റാൻഡേർഡ് വിസയ്ക്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു. അതായത് ഞാൻ സബ്മിറ്റ് ചെയ്തത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയല്ലോ, ഇനി 90 ദിവസം 90 ഡേയ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും റെഡി ആവും. അപ്പോഴേക്കും ഞാൻ പാർട്ട് ടൈം ആയിട്ട് അവിടെ കയറാൻ പോവാണ്. 20 hours ഞാൻ അവിടെ കയറാൻ പോവാണ്. കയറി കഴിഞ്ഞ് ഒരു 2-3 മാസത്തിനുള്ളിൽ എന്തായാലും റെഡി ആവുമല്ലോ. റെഡി ആവും എന്നാണ് ഞാൻ ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ അവിടെ കയറുന്നത്. അങ്ങനെ 3-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം അടുത്ത ദിവസം അപ്ലൈ ചെയ്ത് അടുത്ത ദിവസം എനിക്ക് വിസ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. 2-ാമത്തെ ദിവസം വീണ്ടും എനിക്ക് മെയിൽ വന്നു,
സക്സസ്ഫുള്ളി എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു അതെന്താ 2 തവണ അവർ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരുമോ, എനിക്കറിയില്ല. അപ്പം ഞാൻ വീണ്ടും ഒന്ന് ശരിക്കും വായിച്ചു, കാരണം എനിക്ക് കണ്ണ് തെളിയുന്നില്ല, ടെൻഷൻ കൊണ്ടാണ് കണ്ണ് തെളിയാതിരുന്നത്. അങ്ങനെ ഞാൻ ശരിക്കും വായിച്ചു നോക്കിയ സമയത്ത് എൻ്റെ വിസയാണ് അവിടെ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നത്. എൻ്റെ വിസ സക്സസ്ഫുൾ ആയി എന്നുള്ള മെയിലാണ് എനിക്ക് വന്നിരിക്കുന്നത്. 2ാമത്തെ ദിവസമാണ് എനിക്ക് വന്നിരിക്കുന്നത്. 3 മാസം സമയം പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് വിസയ്ക്ക് 2ാമത്തെ ദിവസമാണ് എനിക്ക് എൻ്റെ അപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നത്. എനിക്ക് ഒന്നും പറയാനില്ല. ഈ 3 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോൾ മാതാവ് കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ കൂടെ തന്നെയും അല്ല, എൻ്റെ ഉള്ളിൽ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റിയില്ല, ഒന്നും പറയാനും പറ്റിയില്ല. വിസ സക്സസ്ഫുള്ളായി. ഇനി ഇവരടുത്ത് മാത്രം നോക്കിയാൽ മതി. അത് എൻ്റെ കയ്യിൽ നിൽക്കില്ല, കാരണം എനിക്കറിയില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അത് പിന്നെ ഇവരുടെ വിസയും കൂടെ ചെയ്തു, ഇവരുടെ വിസയും സക്സസ്ഫുള്ളായി, ഞങ്ങളവിടെ സേഫായി. പക്ഷേ ഈ സേഫായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഏജൻസി ഒരു തരത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയ ഏജൻസി ഞങ്ങൾ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്തില്ല. അവർ കുറേ ആപ്ലിക്കേഷൻസ്, ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അവിടെ ജോലി ഉണ്ട്, ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അവിടെ അപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവർ എപ്പോഴും മെസ്സേജ് അയക്കും. അത് വെറുതെയാണ്. കാരണം പോകുന്നതെല്ലാം അവർ അയക്കുന്ന മെസ്സേജുകൾ മുഴുവൻ ദൂര സ്ഥലങ്ങളിലാണ്. അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടേക്ക് പോയി ജസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അവർ ജോലിയാക്കി തന്നിട്ടില്ല. പക്ഷെ അതൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ആ ഭാഗത്തേ ചിന്തിച്ചിട്ടില്ല. കാരണം ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ വിസ 4 പേരുടെ വിസ എല്ലാം സക്സസ്ഫുള്ളായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോയ ഏജൻസി, അതായത് ജോലി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വിട്ട ഏജൻസി തന്നിട്ടുള്ള സ്പോൺസർഷിപ്പിലെ ആ ഹോം കെയർ, അവരുടെ ലൈസൻസ്, ഞാൻ ഇവിടുന്ന് അവിടെ ഇറങ്ങി UK ഇറങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ലൈസൻസ് കട്ടായി. ആ ലൈസൻസ് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതൊന്നും അറിഞ്ഞില്ല, ആ ന്യൂസ് ഒന്നും ഞാൻ അറിഞ്ഞില്ല. കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തളർന്നു പോകും, ഉറപ്പാണ്. പക്ഷേ എല്ലാ വിസയും റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ സേഫ് ആയതിനു ശേഷമാണ് അറിയുന്നത് അവരുടെ ലൈസൻസ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തി 1 മാസം കഴിഞ്ഞപ്പോൾ. അതിന് എന്താ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല. അവിടെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് മാതാവിനോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവിടെ പോയി മാതാവിനോട് പറയും, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നെ ഇതുവരെ തളർത്തിയിട്ടില്ല, ഒരു കാരണത്താലും എന്നെ തളർത്തിയിട്ടില്ല. മനസ്സുകൊണ്ടും ശരീരത്തും കൊണ്ട് പോലും ഞാൻ തളർന്നു പോയിട്ടില്ല ഇതുവരെ. അതാണ് എൻ്റെ 3ാമത്തെ കാര്യം. അപ്പം ഇത്രയും വലിയ അനുഭവങ്ങൾ തന്നിട്ടുള്ള ഈ ഒരു മാതാവിൻ്റെ മുമ്പിൽ, തിരുക്കുമാരൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എനിക്ക് ഇതിലും അപ്പുറത്തൊരു സന്തോഷമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ UK നിന്ന് വന്നത്. ഇന്നലെ രാത്രി എത്തി. ഇന്ന് ഞാനിവിടെ ഇന്നലെ തന്നെ വരണം വിചാരിച്ചു, പക്ഷേ എനിക്ക് പറ്റിയില്ല, മക്കളും എല്ലാവരും ഉള്ളതുകൊണ്ട്. പക്ഷേ ഇന്ന് എനിക്കിവിടെ എത്തി. എനിക്ക് ഇവിടെ വന്ന് എനിക്ക് പറയണം. UK എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, എല്ലാ നൈജീരിയക്കാരുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു, അവരോടൊക്കെ ഞാൻ എൻ്റെ ഈ അനുഭവം ഞാൻ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്തു. കാരണം നമ്മൾ പറയണം, അവർക്കും കൂടെ അത് കിട്ടണം. അത് കഴിഞ്ഞ് എൻ്റെ അവസാനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ ഭർത്താവിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയൊരു കാര്യമാണ്. അത് UK ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അത് എളുപ്പമുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് UK ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ടൈം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പിച്ചതാണ്. കാരണം അത് ട്രൈ ചെയ്യുക. കാരണം ഫസ്റ്റ് ടൈം എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒന്ന് പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കിട്ടുമില്ലേ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തു. ആദ്യമായിട്ട് തിയറി ടെസ്റ്റ് അപ്ലൈ ചെയ്തു, കുറേ കാര്യങ്ങൾ വായിച്ച് പഠിച്ചു എല്ലാം ചെയ്തു. പക്ഷേ എന്നാലും നമുക്ക് 100% നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ആ ഒരു എക്സാമിൽ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കാശ് രൂപ എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ വെക്കണം, മാതാവ് വരും കൂടെ, ഉറപ്പായിട്ടും വരും മാതാവ്. ആ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, കയ്യിൽ വെച്ചാൽ മതി. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല, ഒന്നും നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോയിട്ട് കാര്യമില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പേഴ്സില്ലേ, പേഴ്സിൽ വെച്ചാൽ മതി. ആ പേഴ്സ് എവിടെയാണോ വെക്കുന്നത് അതവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും കൊണ്ടുപോയി എക്സാം എഴുതി. എക്സാമിൽ പാസ്സായിട്ടാണ് തിരിച്ചു വന്നത്. അതും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റാണ്. ആ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഇതേപോലെ ഇംഗ്ലീഷുകാരാണുള്ളത്. ആ ഇംഗ്ലീഷുകാർ അവർ പറയുന്ന ഇംഗ്ലീഷൊന്നും നമുക്ക് ക്ലിയർ ആവണം എന്നില്ല. കാരണം അവരുടെ സ്ലാങ് വേറെയാണ്, നമ്മളുടെ ഇംഗ്ലീഷേ അല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ UK ചെന്ന് 1 വർഷം 6 മാസം ആയപ്പോഴാണ് ഞങ്ങളിത് അപ്ലൈ ചെയ്യാൻ പോയത്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, തോൽക്കുന്നു അതും 100% ഉറപ്പിച്ച് പോയതാണ്. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാമല്ലോ. എങ്ങനെയാണ് എക്സാം എങ്ങനെയാണെന്നുള്ളത്, തിയറി അല്ല, പ്രാക്ടിക്കൽ ടെസ്റ്റാണ്. അങ്ങനെ അതും പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കാശിരൂപം മുഴുവനായിട്ട് ഞാൻ മാല ഊരി ഞാൻ കഴുത്തിലിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതും അതേപോലെ തന്നെയാണ്, ഒന്നും വിഷമിക്കേണ്ട, അവർ പറയുന്ന ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല,
ടെൻഷൻ അടിക്കേ വേണ്ട, എല്ലാം മാതാവ് നോക്കിക്കോളും, ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, മാതാവ് നോക്കിക്കോളും. എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ കൂടെ ഇല്ലെങ്കിലും മാതാവ് ഉണ്ട് കൂടെ. അങ്ങനെ ഞാൻ കാറിനുള്ളിൽ കയറി, ഞാൻ തൈലം എടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കാർ മുഴുവൻ ഞാൻ തേച്ചു. ഉപ്പെടുത്ത് ഞാൻ വിതറി. ഇതെല്ലാം എന്ന് പറയുന്നത് ഈ മാതാവിൻ്റെ എല്ലാ കാര്യങ്ങളും, തൈലാണെങ്കിലും കാശുരൂപാണെങ്കിലും നമ്മളുടെ ഉപ്പാണെങ്കിലും തേനാണെങ്കിലും ഇതെല്ലാം ഭയങ്കര ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മളത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കരുത്. നിങ്ങളത് നേരായ രീതിയിൽ മനസ്സറിഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതിൻ്റെതായ ഫലം തരും. അത് 100% ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. കാറിൻ്റെ ഉള്ളിൽ കയറി ഞാൻ തൈലം തേച്ചു, ഉപ്പ് ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, കാറ് നിങ്ങൾ വിജയിച്ചേ വരൂ, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ അത് വിചാരിച്ച് പോകണ്ട, പക്ഷേ നിങ്ങൾ വിജയിച്ചേ വരൂ, മാതാവ് കൂടെ ഉണ്ടാവും. അങ്ങനെ പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന് ലാസ്റ്റായി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞില്ല, തോറ്റു എന്നും പറഞ്ഞില്ല, ജയിച്ചു എന്നും പറഞ്ഞില്ല. കാരണം ലാസ്റ്റേ പറയൂ. വണ്ടി നിർത്തി കഴിഞ്ഞു. ഹസ്ബൻഡ് അത്രയും ടെൻഷനിൽ നിൽക്കുകയാണ്. എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള ടെൻഷനിലാണ്. കിട്ടൂല എന്നുള്ളതാണ് പറയാൻ പോകുന്നതെന്ന് തന്നെ പ്രതീക്ഷിച്ചായിരിക്കുന്നത്. അങ്ങനെ അവർ ആ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട്, നീ നന്നായിട്ട് ഡ്രൈവ് ചെയ്തു, വെൽ ഡൺ, കൺഗ്രാജുലേഷൻസ് എന്നും പറഞ്ഞു. അത് കേട്ടതോടുകൂടി പിന്നെ എന്നേക്കാൾ കൂടുതൽ ടെൻഷനുള്ള ഒരാളാണ്. അതേപോലെ മാതാവിന് വിശ്വാസമുള്ള ഒരാളുമാണ്. അതോടുകൂടെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവിടെ വെച്ച് എന്നെ വിളിച്ചു, ഇങ്ങനെ ഡ്രൈവിംഗ് കിട്ടി, അയാൾ വെൽ ഡൺ എന്ന് പറഞ്ഞു, എനിക്ക് കൈ തന്നു, ഞാൻ പാസ്സായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ചെങ്ങനെയാണ് വീട്ടിലേക്ക് വരികയെന്ന് എനിക്ക് അറിയില്ല. കാരണം അത്രയും ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. സന്തോഷിക്കുകയാണോ കരയുകയാണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അത്രയും വലിയ അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നു. ഇപ്പം നമ്മൾ സേഫാണ്. സേഫ് എന്ന് പറഞ്ഞാൽ അത്രയും സേഫാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ടെൻഷനും ഞങ്ങൾ അടിച്ചിട്ടില്ല. എത്ര ജോലി ഇല്ലാതെയായിട്ടും സ്പോൺസർഷിപ്പ് ഇല്ലാതെയായിട്ടും ലൈസൻസ് കട്ടായിട്ടും ഒരു ടെൻഷനും ആയില്ല. ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ മാതാവ്, നമ്മൾ നേരായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ മാതാവ് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. ഒരിക്കലും നമ്മൾ ഒരാളെ പോലും കുറ്റം പറയാൻ പാടില്ല, ഒരാളെ പോലും നമ്മൾ വെറുക്കാൻ പാടില്ല. നിങ്ങൾ എത്രത്തോളം ദ്രോഹം ചെയ്തവരാണെങ്കിൽ കൂടെ ഒരിക്കലും നിങ്ങൾ അവരെ വെറുക്കരുത്. അവർക്ക് നല്ലത് വരാൻ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. ഞാൻ ഈ ഒരു ഉടമ്പടിയിൽ കയറിയതിന് ശേഷം ഞാൻ കുറച്ച് എളിമയുള്ള ആളാണ് ഞാൻ ഓൾറെഡി. പക്ഷേ ഇതിൽ കയറിയതിന് ശേഷം ഒരാളും എനിക്ക് ശത്രുക്കളില്ല, ഒരു ശത്രുക്കളില്ല. എന്നെ ദ്രോഹിച്ച പലരുണ്ട്, എന്നെ തളർത്തിയ പലരുണ്ട്, എന്നെ വേദനിപ്പിച്ച കുറേ പേരുണ്ട്. പക്ഷെ അതൊന്നും എന്നെ ഏറ്റിട്ടില്ല. ഞാൻ അപ്പോഴും അവർക്ക് കുഴപ്പമില്ല, അത് അവർ ചിന്തിക്കുന്നതല്ലേ, സാരല്ലേ, അത് മാറിക്കോളും, അവരെ മാതാവിൻ്റെ വഴിയിൽ നടക്കണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അല്ലാതെ അവർ തെറ്റാണ്, അവർ ശരിയല്ല എന്നുള്ളതൊന്നുമല്ല ഞാൻ പ്രാർത്ഥിച്ചത്. അവരെ മാതാവിൻ്റെ വഴിയിൽ നടത്തണം, അവരെ നല്ല വഴി കാണിച്ചു കൊടുക്കണം, അവരെ ഈ ചിന്തയിൽ നിന്ന് മാറി നല്ലത് ചിന്തിക്കാൻ പറഞ്ഞു കൊടുക്കണം. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്, ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ പത്രങ്ങളെല്ലാം കൊടുത്തിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് എൻ്റെ വീട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ കുറേ പേർക്ക് പത്രങ്ങൾ കൊടുത്തു. അപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ അനുഭവം എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ UK പോയതിന് ശേഷം എനിക്ക് കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാനൊരു ഗ്രേസ് പാലിയേറ്റീവ് മുക്കം, ഞങ്ങൾ താമസിക്കുന്ന അവിടെ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. അവിടെ ഞാൻ പോയി 1 മാസം ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തു. എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാം ഞാൻ സഹായിച്ചു, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ഞാൻ സഹായിച്ചു. ഇപ്പം ഞാൻ UK എത്തിയതിന് ശേഷം എനിക്ക് ജോലി കിട്ടി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവർക്ക് കുറച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ക്യാഷ് അയച്ചു കൊടുക്കും. പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ചെയ്യണം, എനിക്ക് ഇങ്ങനെ ചെയ്തു തരാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ക്യാഷ് അയച്ചു കൊടുക്കും. അതാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. ഇപ്പോൾ ഞാൻ തിരിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവരുടെ കൂടെ കുറച്ച് ദിവസം എനിക്ക് വീണ്ടും ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്യും. എന്തെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒക്കെ ചെയ്യണം. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം എന്ന് പറയുന്നത് അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കെയർ ഹോമാണ്. അവിടെയുള്ള അമ്മമാരെന്ന് പറയുന്നത് ഡിമെൻഷ്യ ഉള്ള അമ്മമാരാണ്, അമ്മമാരല്ല അമ്മൂമ്മമാരാണ്. അവരിലെ എല്ലാവരും എൻ്റെ സ്വന്തം ആളുകളെ പോലെ ഞാൻ കാണുന്നത്. അതായത് ഈ മാതാവിൻ്റെ മുഖമാണ് ഞാൻ അവരുടെ മുഖത്തെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മാതാവിനെ ഞാൻ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെയാണ് ഞാൻ അമ്മൂമ്മമാരെ നോക്കുന്നത്. അവരെന്ത് പറഞ്ഞാലും, ചീത്ത പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ആ ഒരു അപ്രോച്ചിലാണ്. എല്ലാവരും ഈ മാതാവിൻ്റെ മുഖമാണ് ഞാൻ കാണാറ്, അവരുടെ എല്ലാവരുടെ മുഖത്തും. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഞാൻ ഹാപ്പി ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ കടങ്ങളെല്ലാം പകുതി മുക്കാലും ഞാൻ വീട്ടിൽ കഴിഞ്ഞു. ഞാനും ഹസ്ബൻഡും കൂടെ എല്ലാം വീട്ടിൽ കഴിഞ്ഞു. അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഞാൻ UK വന്നത്. ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തുനിന്നത്. 2 വർഷമായി ഞാൻ UK പോയിട്ട്. ഇവിടെ വന്ന് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ പറയണം, മാതാവിൻ്റെ മുമ്പിൽ ഈ സ്റ്റേജിൽ കയറിയിട്ട് പറയണം, ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇത് മുകളിൽ നിന്ന് നമുക്ക് ഗ്രേഡ് ചെയ്ത് തരണം, ഇവിടെ പറയാൻ പറ്റുമല്ലേ എന്നുള്ളത്. പക്ഷെ അത് തന്നതോട് കൂടിയിട്ട് എൻ്റെ എല്ലാം ആയി, ഞാൻ എല്ലാം സമർപ്പിച്ചു. ഞാൻ ഈ മുമ്പിലെല്ലാം സമർപ്പിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. എനിക്കിതിലും വലിയൊരു സന്തോഷം എനിക്കില്ല.
അതുകൊണ്ട് നന്ദി മാതാവിനും തിരുക്കുമാരനും എല്ലാവർക്കും 1000 നന്ദി. സങ്കീർത്തനം 103:5 നിന്റെ യൗവനം കഴുകൻ്റേതുപോലെയും നവീകരിക്കപ്പെടുവാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, രേഖാജിത്തിൻ്റെ കുടുംബത്തിൽ നിന്നും നമ്മൾക്ക് അൾത്താരയിൽ വന്ന് പറഞ്ഞ സാക്ഷ്യം ജീവനുള്ള സാക്ഷ്യങ്ങളാണ്. ആ മകൾക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മയുടെ വിശ്വാസമാണ്. അമ്മ എന്തും ചെയ്തു തരുമെന്ന്, അമ്മ എന്ത് കാര്യമുണ്ടെങ്കിലും ചെയ്തു തരും, ഒന്നുകൊണ്ടും നിങ്ങൾ ആരും പേടിക്കേണ്ടെന്ന്. ഉടമ്പടി എടുത്തത് കൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ഇവിടെ വരുന്നത് വരെ അവർ ടെൻഷൻ അടിച്ചില്ലെന്ന്. എന്നാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ജോലിയില്ലാതെ വിദേശത്ത് എങ്ങനെ താമസിക്കും? കുടുംബമായിട്ടാണ്, ഫാമിലിയുമായിട്ടാണ് പോയത്. അവിടെ ചെന്ന് എങ്ങനെ ജീവിക്കുമെന്നുള്ള ഒരു ടെൻഷനും ആ കുടുംബത്തിനില്ലായിരുന്നെന്ന്. കാരണം എന്താ? വിശ്വാസ പ്രമാണമെന്ന ജപമാണ് അവർ ചൊല്ലിയത്. ഒരു അക്രൈസ്തവരായ മോളാണവർ. അവർക്ക് കിട്ടിയ പ്രാർത്ഥന വിശ്വാസ പ്രമാണമെന്നുള്ള ജപം. അതിന് മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലിയവർ. അപ്പോൾ അമ്മ മാതാവിനോട് എന്തുണ്ടെങ്കിലും പറയും. എന്ത് കാര്യം തുടങ്ങണതിന് മുൻപേ അമ്മയോട് പറയും. അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ, അമ്മ വരണം കേട്ടോ, അമ്മയാണ് എൻ്റെ കൂടെ വരേണ്ടത്. ഏത് മേഖലയിലാണ് ചെന്നിട്ടും അവിടെ നിന്നൊരു നോ പറയാതെ എല്ലാ മേഖലയിലും ഏസ് എന്നുള്ള രീതിയാണ് ആ മോൾക്ക് കിട്ടിയതെന്ന് നമ്മളോട് പറയുകയുണ്ടായി. അതേസമയത്ത് സഹോദരൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു. ഹസ്ബൻഡിന് ലൈസൻസ് കിട്ടുന്നതും ടെസ്റ്റിൻ്റെതും അവിടെയെല്ലാം അമ്മ വരുമെന്ന് നല്ല ഉറപ്പ് കൊടുത്ത് വിടുകയാണ്. അമ്മ കൂടെ ഉണ്ടാവുകയെ, ഒന്നുകൊണ്ട് പേടിക്കണ്ടേ, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. അതിന് നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും കാശുരൂപവും കൊണ്ട് അദ്ദേഹത്തിന് കഴുത്തലിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് അമ്മ കൂടെ വരും. എന്ത് കൂളായിട്ടാണ് പറയുന്നത് അല്ലേ? എന്ത് ധൈര്യമാണ് അമ്മ കൂടെ വരുമെന്ന് പറയാനുള്ള ധൈര്യം. ഈ ധൈര്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുടെ ജീവിതം ഇവർ പകർത്തിയെടുത്തു. അമ്മ ചെയ്തതുപോലെ അമ്മയുടെ മുഖമാണെന്ന് മറ്റുള്ളവരിലേക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് ചെയ്യുന്നത് പോലെയാണ് മറ്റുള്ളവർക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്തു തരുന്ന അമ്മയെ നമ്മളൊക്കെ മറക്കരുത്. അവർ പറഞ്ഞില്ലേ, നേർച്ച വസ്തുക്കളും പരിശുദ്ധ അമ്മ ഒരിക്കലും വിട്ട് കളയത്തില്ല. 3 മാസം കൊണ്ട് കിട്ടാനുള്ള ലൈസൻസ് അവർക്ക്, 3 മാസം കൊണ്ട് കിട്ടാനുള്ള വിസ 2 ദിവസം കൊണ്ട് കൊടുത്തു. സമയത്തിൻ്റെ അമ്മയല്ലേ ഇത്? ഇതല്ലേ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി കടന്നു വന്ന അമ്മ? പ്രാർത്ഥിക്കണമെന്ന് മാത്രം അമ്മ അച്ഛനോട് പറഞ്ഞു. ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. ഏത് ദുരന്താവസ്ഥയിലും നിങ്ങൾ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് നിന്നാൽ, പതറാതെ നിന്നാൽ, അവർ പറഞ്ഞില്ലേ പതറിയില്ലെന്ന്, ടെൻഷൻ അടിക്കാതെ നിന്നാൽ, വിശ്വാസത്തോടു കൂടി നിന്നാൽ പരിശുദ്ധമ്മ കൈവിടില്ലെന്ന് ഈ സാക്ഷ്യം ഈ അൾത്താരയിൽ വന്ന് നമ്മളോട് പറഞ്ഞ പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത വലിയ കൃപയ്ക്ക്, പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.